ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജനറേറ്റീവ് എ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതിലെ ചില അടിസ്ഥാന തത്വങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സെൽഫ് അറ്റൻഷൻ, കോണ്ടെക്സ്റ്റ്, എല്ലാം ഇതൊക്കെയാണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, യന്ത്രങ്ങൾ ചിന്തിക്കാൻ പഠിക്കുന്നു. ഒന്ന്, കാണുക. അതായത് നമ്മുടെ ഫോട്ടോകളിൽ നിന്ന് മുഖം തിരിച്ചറിയുക, വസ്തുക്കൾ തിരിച്ചറിയുക. ഇതൊക്കെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഒരു പൂച്ചയുടെ പടം കൊടുത്തു കഴിഞ്ഞാൽ അത് പൂച്ചയുടെ മനസ്സിലാക്കാൻ ഇന്ന് കഴിയും. അതുപോലെ കേൾക്കുക, സംസാരം മനസ്സിലാക്കൽ, ശബ്ദം ടെസ്റ്റാക്കി മാറ്റൽ. അതിന് നമ്മളെ അലക്സ പോലുള്ള ഡിവൈസുകൾ നമ്മളെ പഠനമനുസരിച്ച് പാട്ട് പ്ലേ ചെയ്യും, ഉത്തരങ്ങൾ പറഞ്ഞു തരും ചെയ്യുന്ന ഡിവൈസാണ് അലക്സ. സിരി പോലുള്ള ആപ്പുകൾ. അതുപോലെ സംസാരിക്കുക, സ്പീക്കിംഗ്, ശ്വാസം സൃഷ്ടിക്കൽ, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൽ. ചാറ്റ് GPT, ജമിനിയൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം പറഞ്ഞു തരും. ഈ പഠിക്കുക, പാറ്റേണുകളിൽ നിന്ന് പഠിക്കുക, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ റെക്കമെൻഡ് ചെയ്യുന്നു. റെക്കമെൻഡേഷൻ സിസ്റ്റം ആണത്. നമ്മൾ സ്ഥിരമായിട്ട് കോമഡി ജനറിലുള്ള അല്ലെങ്കിൽ ത്രില്ലറാണ് കാണുന്നതെങ്കിൽ ആ ജനറിലുള്ള പടങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തു തരാൻ ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റംസ് ഇത് കഴിയും. ഇതും എയുടെ കഴിവാണ്. എ എന്നാൽ ലളിതമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ ഉദാഹരണങ്ങളിൽ നിന്ന് പഠിക്കാനും മനസ്സിനെ പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ. അതാണ് എ. കോണ്ടസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടൈമാണ്. വാക്കുകൾ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കൽ. ഉദാഹരണം, ബാങ്ക് എന്ന വാക്ക് എടുത്തു കഴിഞ്ഞാൽ നദീതീരത്തുള്ള ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നദിയുടെ അരികിലുള്ള മണ്ണ് എന്നാണ്. പണം സൂക്ഷിക്കുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥാപനം എന്നാണ്. ഒരേ വാക്കിന് തന്നെ ഡിഫറെന്റ് അർത്ഥം വരാം. അത് അതിന്റെ കൂടെ വരുന്ന വാക്കുകളുടെ ബേസിലാണ് അതിന്റെ അർത്ഥം ഡിഫൈൻ ചെയ്യുന്നത്. ഒരേ വാക്ക് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ കോണ്ടസ് അർത്ഥം മനസ്സിലാക്കുന്നു. ഉദാഹരണം, അടുത്ത ഉദാഹരണം എന്ന് വെച്ചാൽ അത് എന്ന സർവനാമം. അത് ഈ സെൻസ് ശ്രദ്ധിക്കാം. കോഴി റോഡ് മുടിച്ചു കടന്നു, കാരണം അത് വിശന്നിരുന്നു. അത് എന്നത് കോഴിയെ സൂചിപ്പിക്കുന്നു, റോഡിനെ അല്ല. കാരണം ആ സെന്റൻസിലെ മറ്റു പേരോട് ചെക്ക് ചെയ്യുമ്പോൾ റോഡ് വിശന്നിരുന്നു എന്നൊരു സെന്റൻസ് എങ്ങും തന്നെ കറക്റ്റ് അല്ല. അത് ശരിക്കും മനസ്സിലാക്കി നോക്കും. അങ്ങനെ ഒരു വാക്കോ ഒരിക്കലും അതിന്റെ ഡേറ്റാബേസിൽ ഉണ്ടാവില്ല. കോണ്ടസ്റ്റ് ഇല്ലാതെ എക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ആണ് യഥാർത്ഥത്തിൽ കോണ്ടസ്റ്റ് വിൻഡോയും ബയോഡക്ടൽ കോണ്ടസ്റ്റും. ഈ കോണ്ടസ്റ്റ് വിൻഡോ എന്താണെന്ന് വെച്ചാൽ എക്ക് ഒരു പെർട്ടിക്കുലർ വേർഡ്സ് മാത്രമേ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലിമിറ്റ് ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോക്കൺസ്, അത് ഒരു 4000 8000 വേർഡ്സ് വരെയൊക്കെ ഇത് അണ്ടർസ്റ്റാൻഡ് ആകത്തുള്ളൂ. അത് ഇൻപുട്ട് ടോക്കൺ അത്രയേ കൊടുക്കാവുള്ളൂ. ഇൻപുട്ട് ടോക്കൺ അല്ലെങ്കിൽ ഇൻപുട്ട് വേർഡ്സ് അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. എക്ക് ഒരേ സമയം കാണാൻ കഴിയുന്ന വാക്കുകളുടെ എണ്ണം ആണ് കോണ്ടസ്റ്റ്. കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് വലിയ കോണ്ടസ്റ്റ് വിൻഡോ മികച്ച ധാരണ. ഉദാഹരണം, നിങ്ങളുടെ സംഭാഷണം ഓർമ്മിക്കാൻ എക്ക് വലിയ കോണ്ടസ്റ്റ് വിൻഡോ ആവശ്യമാണ്. നിലനിന്ന ഏറ്റവും വലിയ കൺസേൺസും ഈ കോണ്ടസ്റ്റ് വിൻഡോ തന്നെയാണ്. ബയോഡക്ടൽ കോണ്ടസ്റ്റ്, മുമ്പും പിന്നീടുമുള്ള വാക്കുകൾ നോക്കുക. ഒരു വാക്കിന്റെ ഒരു സെന്റൻസിന്റെ അർത്ഥം ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പിലുള്ള വാചകങ്ങളോ ശേഷമുള്ള വാചകങ്ങളും നോക്കിയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതായത് സെന്റിമെന്റ് അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ. അതായത് ഒരു മൂവി റിവ്യൂ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിവ്യൂ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുന്നത് അത് ഫുൾ വായിച്ചിട്ടാണ്. അതൊരു പേടിന് മാറ്റം വെച്ചിട്ടല്ല. സെൽഫ് അറ്റൻഷൻ, വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കൽ. സെൽഫ് അറ്റൻഷൻ എന്ന പ്രിൻസിപ്പിളെ ബേസ് ചെയ്തിട്ടാണ് ജനയും ഫുൾ ഡെവലപ്പ് ആയിരിക്കുന്നത്. ഇതൊരു 2016-17 കാലഘട്ടത്തിൽ വെബ്സൈറ്റ് പേപ്പറാണ്. സെൽഫ് അറ്റൻഷൻ എന്നത് എയുടെ ഒരു പ്രത്യേക കഴിവാണ്. ഇത് വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മനസ്സിനെ എങ്ങനെ ശ്രദ്ധിക്കുന്നു അത് കണക്ക് തന്നെയാണ് എയും വർക്ക് ചെയ്യുന്നത്. പ്രധാന വാക്കുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ബന്ധപ്പെട്ട വിവരങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, പ്രസക്തമല്ലാത്തത് അവഗണിക്കുന്നു. എ ഏതൊക്കെ വാക്കുകൾ പ്രധാനമായി തീരുമാനിക്കുകയും വാക്കുകൾ ഉള്ള ബന്ധം കണ്ടെത്തുകയും പ്രധാനപ്പെട്ടവയിൽ ഉള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, വിദ്യാർത്ഥി പുസ്തകം വായിച്ചു കാരണം അത് രസകരമായിരുന്നു. ചിലപ്പോൾ ചോദിക്കുന്നു, അത് എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു, പുസ്തകമോ വിദ്യാർത്ഥിയെ? വാക്യത്തിലെ എല്ലാ വാക്കുകളുമായി താരതമ്യം ചെയ്യുന്നു. അത് എന്ന് പുസ്തകമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ശരിയായ അർത്ഥം മനസ്സിലാക്കുന്നു. പുസ്തകം രസകരമായിരുന്നു. അതായത് വിദ്യാർത്ഥി പുസ്തകം വായിച്ചു കാരണം പുസ്തകം രസകരമായിരുന്നു. നാം മീനിങ് അത് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് സെൽഫ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ, കാരണം എ
ഒരേ വാക്യത്തിനുള്ളിൽ തന്നെ വാക്കുകൾ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സെന്റൻസിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് സെൽഫ് അറ്റൻഷൻ. ഓരോ വാക്കും മറ്റു വാക്കുകളോട് നീ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. ഏറ്റവും പ്രസക്തമായ ഉത്തരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു. LLM എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വലിയ വലിയ പ്രോഗ്രാം അല്ലെങ്കിൽ മോഡൽ എന്നൊക്കെ പറയും. ഇത് ഭാഷ മനസ്സിലാക്കാൻ സൃഷ്ടിക്കാനും പഠിച്ചിരിക്കുന്നു. ChatGPT, ജെമിനി, ക്ലോഡ് ഇതെല്ലാമാണ് ഇതിന് ടെസ്റ്റ് ജനറേഷനുള്ള കഴിവുണ്ട്. അപ്പൊ എങ്ങനെ പഠിക്കുന്നു വെച്ചാൽ നമ്മൾ ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, വെബ്സൈറ്റുകൾ, ലേഖനങ്ങൾ എന്നിവയെല്ലാം ഡേറ്റ പഠിക്കുന്നത്. അതായത് നമ്മൾ ഒരു ലാർജ് ഡേറ്റ നമ്മളെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആ ഡേറ്റ എല്ലാം ഇത് മനസ്സിലാക്കി വെക്കുന്നു. ഇത് ഭാഷയിലെ പാറ്റേണുകൾ കണ്ടെത്തുന്നു. ഏതൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു, വാക്യങ്ങൾ എങ്ങനെ രൂപീകരിക്കുന്നു എന്നുള്ള ഘടന എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇതിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ChatGPT എന്ന് പറയുമ്പോൾ ജനറേറ്റീവ് പ്രീട്രെയിൻ ട്രാൻസ്ഫോമർ. ഇതിന്റെ കേബിൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വേർഡ്സ് കൊടുത്താൽ ലിസ്റ്റ് വേർഡ് പ്രൊഡക്റ്റ് ചെയ്യുന്ന കഴിയും. അതിനെ ബേസ് ചെയ്താണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അടുത്ത വാക്ക് പ്രവചിക്കാൻ, ഉദാഹരണത്തിന് പൂച്ച മേശപ്പുറത്ത്. അടുത്ത വാക്ക് എന്ന് പറയുന്നത് ഇരുന്നു, കിടക്കുന്നു, നിൽക്കുന്നു. അതിൽ ഇരുന്നു എന്നതാണ് കൂടുതൽ ഡേറ്റകൾ കാണുന്നതെങ്കിൽ ഇരുന്നൂന് കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത കൽക്കുന്ന വാക്ക് ഇരുന്നു ആണ്. അതുകൊണ്ട് പൂച്ച മേശപ്പുറത്ത് ഇരുന്നു എന്ന സെൻസ് അത് ടൈപ്പ് ചെയ്ത് എല്ലാം എന്തൊക്കെ ചെയ്യാൻ കഴിയും. ടെസ്റ്റ് ജനറേഷൻ, കഥകൾ, ലേഖനങ്ങൾ, കവിതകൾ എഴുതാം, ചോദ്യോത്തരം, അറിവിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം, ഭാഷാവിവർത്തനം, ട്രാൻസ്ലേഷൻ തുടങ്ങാം, സംഗ്രഹീകരണം അഥവാ സമറൈസേഷൻ, കോഡ് എഴുതൽ, സംഭാഷണം, മനസ്സിലെ പോലെ സ്വാഭാവികമായി സംസാരിക്കുക, സെൻസ് അനാലിസിസ്, അതായത് നമ്മൾ പറഞ്ഞ സെൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കാറ്റഗറൈസ് ചെയ്ത് തരുന്നു. ഈ LLMന്റെ പ്രധാന പരിമിതി എന്ന് വെച്ചാൽ ഹാലൂസിനേഷൻ, തെറ്റായ വിവരങ്ങൾ സൃഷ്ടിക്കൽ. എല്ലാം ഡേറ്റ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഡേറ്റ ഉള്ള ഡേറ്റ തരികയല്ല ചെയ്യുന്നത്. LLMക്ക് ആത്മവിശ്വാസത്തോടെ തെറ്റായ വിവരങ്ങൾ നൽകാം. യഥാർത്ഥമായി തോന്നുന്ന വ്യാജവസ്തുക്കൾ, തീയതികൾ, പേരുകൾ എന്നിവ ഇത് ഉണ്ടാക്കി തരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. പരസ്യങ്ങളുടെ ഡേറ്റയെ ആശ്രയിക്കൽ, കാരണപ്പെട്ട അറിവ്. ഒരു നിശ്ചിത തീയതി വരെയുള്ള ഡേറ്റ മാത്രം പരിശീലിപ്പിച്ചിരിക്കുന്നു. എക്സാമ്പിൾ, ചിലപ്പോൾ എല്ലാം പരിശീലിക്കുന്ന ലാസ്റ്റ് മന്ത് വരെ ആയിരിക്കും. ഈ മാസം നമ്മളെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞോണമെന്നില്ല. കാരണം ലാസ്റ്റ് ഇന്ത്യയുടെ മാച്ച് ആര് ജയിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ ഒരു മാസമുള്ള മാച്ച് ആയിരിക്കും പറയുന്നത്. ഒരു നിശ്ചിത തീയതി വരെയുള്ള ഡേറ്റിൽ മാത്രം പരിശീലനമുള്ള കുഴപ്പമാണത്. റിയൽ ടൈം ഡേറ്റ അല്ല. സുരക്ഷാ അക്ഷരങ്ങൾ അഥവാ ഡേറ്റ സ്വകാര്യത. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ പരിശീലനത്തിനകത്ത് ഉപയോഗിച്ചേക്കാം. സെൻസിറ്റീവ് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടരുത്. കാരണം അത് ട്രെയിനിങ് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പെയ്ഡ് സോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. എന്നാലും ശ്രദ്ധിക്കുക. ബയാസ്, പക്ഷാപാതപരമായ ഉത്തരങ്ങൾ. പരസ്യങ്ങൾ ഡേറ്റയിൽ പക്ഷാപാതങ്ങൾ പ്രതിഫലിക്കുന്നു. ലിംഗം, വംശം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാകാം. എപ്പോഴും ഒരു നല്ല ഉത്തരങ്ങളെ തരണമെന്നില്ല. അത് ചിലപ്പോൾ ബയാസ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ആയിരിക്കില്ല. ശ്രദ്ധിക്കണം. കോൺടസ്റ്റ് മറക്കൽ, പരിമിതമായ മെമ്മറി. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു 4000 അല്ലെങ്കിൽ 8000 വാക്കുകൾ മാത്രമേ ഇതിന് ഒരു സമയം റീഡ് ചെയ്യാൻ മെമ്മറി കൊള്ളിക്കാൻ ഒക്കത്തുള്ളൂ. ഇൻപുട്ട് കോൺടസ്റ്റ് ആയിട്ട് അതൊരു ഇഷ്യൂ ആണ്. വളരെ നിങ്ങളുടെ സംഭാഷണങ്ങൾ ആദ്യ ഭാഗം മറന്നു പോയേക്കാം. കോൺടസ്റ്റ് വീഡിയോയിൽ പരിചയത്തിലുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഉപയോഗിക്കാൻ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക. പ്രധാന വിവരങ്ങൾ സ്ഥിരീകരിക്കുക, മറ്റുള്ളവരോട് ക്രോസ് ചെക്ക് ചെയ്യുക, സെൻസിറ്റീവ് ഡേറ്റ പങ്കിടാതിരിക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.